ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ടൂട്ടി ഫ്രൂട്ടി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഈ ഐസ്ക്രീം ഈസിയായി ഉണ്ടാക്കാം. മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്താൽ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നേരെ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. കസ്റ്റേർഡ് പൗഡറിന് പകരം നമുക്ക് ഗോതമ്പ് മാവോ മൈദ മാവോ യൂസ് ചെയ്യാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായി തന്നെ മിക്സ് ചെയ്യാം. അടുത്തതായി ഞാനൊരു പാത്രത്തിൽ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാല് നന്നായി ഒന്ന് ചൂടായി വരണം. പാല് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീമിൽ കുറച്ച് കൂടുതൽ മധുരമുള്ളതാണ് ടേസ്റ്റ്. നിങ്ങൾക്ക് ഇത്ര പഞ്ചസാര ആവശ്യമില്ലെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കുറക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് ചേർക്കുന്ന നേരം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചേർക്കാൻ. മാത്രമല്ല കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട കെട്ടി അടുക്കി പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ചൂടായി ഒന്ന് തിക്കായി വരണം. അധികം തിക്കാവേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് തിക്കായാൽ മാത്രം മതിയാവും. അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നന്നായി പതമൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ അടിച്ചെടുത്താലാണ് നമ്മുടെ ഐസ്ക്രീം നല്ല സ്മൂത്തായി കിട്ടുക. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊരു 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ 4 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തതാണ്. ഇതിപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ ഇത് ഒന്നും കൂടി അടിച്ചെടുക്കുമ്പോൾ കൂടുതൽ സ്മൂത്തായി കിട്ടും. അതിനു വേണ്ടിയാണ് ഒന്നും കൂടി ഇത് അടിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ സെയിം പാത്രത്തിൽ ഒഴിച്ച് 1 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. നമ്മളിതിൽ ടൂട്ടി ഫ്രൂട്ടി ചേർത്തിട്ടില്ല. ഈ ടൈം നമ്മൾ ചേർക്കുകയാണെങ്കിൽ എല്ലാം അടിയിൽ കിടക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിതൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയതാണ്. ഇതിപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്കിതിൽ നട്ട്സ് അല്ലെങ്കിൽ ചെറീസും ഒക്കെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പം ടൂട്ടി ഫ്രൂട്ടി മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയതാണ്. ഇതിപ്പോൾ നന്നായി ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതിപ്പോൾ നല്ല സ്മൂത്തായി തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുവരെ കഴിക്കാത്തവരാണ് എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണം. അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ.